ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷായിട്ടാണ്. നമ്മുടെ കബ്സയും ബിരിയാണിയും ഫ്യൂഷനായിട്ട് ഉണ്ടാക്കുന്ന കബാലിയത്ത് എന്ന് പേരുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. ഈ റെസിപ്പി ബിരിയാണിയും കബ്സയൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇത് നമുക്ക് വെജിറ്റബിൾസും ചിക്കനൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബാസ്മതി റൈസാണ്. ഇത് ഞാൻ 2.5 കിലോൻ്റെ ബാസ്മതി റൈസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2.5 കിലോന് ബാസ്മതി റൈസ് ഞാൻ വെള്ളത്തിൽ ഒന്ന് പുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പുതിർത്തിയെടുക്കണം. ഒരു മണിക്കൂർ പുതിർത്തിടുക. പിന്നെ ആവശ്യമുള്ളത് 1.5 കിലോ സവാള. ഇതിപ്പോൾ ഞാൻ നന്നായി സ്ലൈസാക്കി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എടുക്കേണ്ടത് 7 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചതച്ച് വെച്ചതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ക്യാപ്സിക്കമാണ്. ഇതിപ്പോൾ 3 ക്യാരറ്റ് ഉണ്ട്. 3 ക്യാരറ്റ് സ്ലൈസാക്കി മുറിച്ചിട്ടുണ്ട്. ഡെക്കറേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 3 എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കം, ഇതിപ്പോൾ 2 ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലയൊക്കെയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. 4 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ 4.5 ടേബിൾ സ്പൂണ് കബ്സ മസാല എടുക്കുക. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ 4 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡർ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുക്കുക. പിന്നെ മല്ലിയില ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പുതിന എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമ്മളിത് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 6 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇത് 1.5 കിലോ ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഉള്ളി വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബാസ്മതി റൈസാണ്. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് കളയാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുള്ളതും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് എന്നിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഫ്ലേവർ നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് വരണം. നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തീയിലാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടും. ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് 7 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ 7 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ ഉള്ളിലേക്ക് 7 പച്ചമുളക് ആവശ്യത്തിനുള്ള എരിവുള്ളവരൊക്കെ ആണെങ്കിൽ ഈ 7 പച്ചമുളക് തന്നെ കറക്റ്റായിരിക്കും. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കബ്സ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 4 മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ എല്ലാ മസാലയും ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം. ഇനി നമുക്കിതിൽ അഥവാ ഉപ്പ് കുറവ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലെഗോൺ ചിക്കനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലെഗോണിന് നോർമലി നമ്മുടെ ബ്രോയിലർ ചിക്കനേക്കാളും വേവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് കുക്കറിൽ നന്നായിട്ടൊന്ന് വിസിലിടിച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നോർമലി നമ്മൾ എടുക്കുന്ന ചിക്കൻ ബ്രോയിലർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ്ലി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് കുരുമുളകൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ 4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം.
ഇനി നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. 2 ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സ്ലൈസാക്കി അരിഞ്ഞ് വെച്ചതാണ്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ ആദ്യം ക്യാപ്സിക്കം നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. 3 ക്യാരറ്റ് റൗണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ക്യാരറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ വേവിച്ചിട്ട് കിട്ടുന്ന വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാലയും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അപ്പോൾ നമ്മൾ വേവിച്ചിട്ട് കിട്ടുന്ന ആ വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയും പിന്നെ പുതിനയും ചേർത്ത് കൊടുക്കുക. ഈ മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഇതിലുള്ള ഫുൾ വെള്ളവും നന്നായിട്ട് പോയി കിട്ടണം. നമ്മളധികം വെള്ളം പോക്കിയിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒരു ബ്ലാക്കിഷ് കളറായിട്ട് വരും. അപ്പോൾ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മൾ റൈസ് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. 2-3 കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ഏലക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറാമ്പു, ഒരു 4 കറാമ്പു എടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചോറ് വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ 2.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2.5 കിലോ അരി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കപ്പിൽ മെഷർ ചെയ്ത് എടുക്കുമ്പോൾ 2.5 കപ്പ് അരി ഉണ്ട്. അപ്പോൾ 2.5 കപ്പിൻ്റെ അതിലേക്ക് ഡബിൾ വെള്ളം എടുക്കണം. അപ്പോൾ ഡബിൾ വെള്ളം എടുക്കുമ്പോൾ ഞാൻ 5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 5 കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ ഈ കറക്റ്റ് അരി വെന്ത് കിട്ടാനുള്ള വെള്ളം ഉണ്ടാവും. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ റൈസിലേക്ക് എത്രയാണോ ആവശ്യം വരിക അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇനി വെള്ളം ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 മാഗി ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് കബ്സ മസാല ചേർത്ത് കൊടുക്കുക. കബ്സ മസാല ചേർക്കുമ്പോൾ നമുക്ക് ഈ ചോറിന് അതിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് 2 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് സ്ട്രെയിനറിൽ വെച്ചതായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് അതങ്ങ് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ചോറൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമ്മുടെ ഈ റൈസ് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിനുവേണ്ടി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഈ ഒരു പരിവമാകുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണ് മസാല ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയാണ്. ഇത്ര മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുള്ളൂ.
മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ റൈസ് ദമ്മിടാൻ വേണ്ടി പോവാണ്. ഈ റൈസ് കുറച്ചും കൂടെ വെന്ത് കിട്ടാനുണ്ട്. ഈ ദമ്മിടുന്നതിലാണ് ബാക്കി കൂടെ വെന്ത് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ പാത്രത്തിന് മേലെയായിട്ട് കണലിട്ട് കൊടുക്കുക. താഴെയും മേലെ ആയിട്ടുള്ള ആ കണലിൻ്റെ ആ ചൂടിൽ കിടന്നിട്ടാണ് ബാക്കി ഈ ചോറും കൂടെ വെന്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കണൽ കുറച്ച് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ താഴത്തുള്ള ആ ഒരു ചൂടിലും മേലെയുള്ള ആ ഒരു ചൂടിലും കിടന്നിട്ട് നമ്മുടെ അരി കറക്റ്റ് ഒന്ന് വെന്ത് കിട്ടും. ഒരു 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ വേണ്ടി വരും ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ കണൽ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചൂടിൽ നന്നായിട്ട് ചോറ് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചോറ് കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാം. ഇത് നമ്മൾ ദമ്മിട്ടെടുക്കുന്നത് ബിരിയാണി ദമ്മിടുന്ന പോലെയല്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് രണ്ടും ദമ്മിട്ടെടുക്കുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇത് സെർവ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ കബാലിയത്ത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.